രാവിലെ നമുക്ക് ചായ വെക്കാമേ. ഗ്യാസ് കത്തിക്കട്ടെ. ഗ്യാസ് കത്തിച്ച് ചായ വെച്ചു. ചായ അവിടെ തിളക്കട്ടെ കേട്ടോ. എന്താ ചായ തിളച്ചു തുടങ്ങി. ചായ ഇപ്പം തന്നെ തിളക്കും. പുട്ട് പുഴുങ്ങാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം അതിനകത്ത് അതിന് ആവി വന്ന് തുടങ്ങി. ഇനിയിപ്പോൾ ഇതെടുക്കാം. കഴിവുള്ളെന്ന് ഇതെടുക്കാവേ. ഞാൻ ഇത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു എടുക്കാതെ. മറ്റേതിനകത്ത് ചുടാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവി വരുന്നില്ല അതിനകത്തൂടെ. പഴയത് തന്നെ എടുത്തേക്കാന്ന് വിചാരിച്ചു. കൈ കൊള്ളുന്നു. ഇതാകുമ്പോൾ സുഖമില്ല. നമുക്ക് എടുത്ത് ഇങ്ങനെ മറി മറിച്ചാൽ മതി. കണ്ട അത്ര ക്ലീനായിട്ട് കിട്ടിയെന്ന് നോക്കി. ഇതാണ് ഇതിനുള്ള പ്രത്യേകത. ഞാൻ ഈ പുട്ടിനകത്തില്ലേ സ്വല്പം പഞ്ചസാരയും ഒരു നുള്ളുപ്പും ഏത്തപ്പഴം അതിനകത്ത് ഉണ്ടായി. പുട്ട് ചുട്ട് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജാണ് ഈ കാണുന്ന പുട്ട്. കണ്ടോ, ഏത്തപ്പഴമൊക്കെ ഇട്ട് മറ്റു ചിരട്ട സംഭവത്തിനകത്തിട്ട് ഉണ്ടാക്കിയ പുട്ടാണ്. പുട്ടിൻ്റെ ടേസ്റ്റൊക്കെ അതേപോലെയൊക്കെ തന്നെ ആയിരിക്കും, മറ്റേ വലിയ കണക്കകത്ത് ഉണ്ടാക്കുന്ന പോലെ തന്നെ. എങ്കിലും ഒരു പ്രത്യേകത. ഞാനിത് ഉപയോഗിക്കേണ്ട മാറ്റി വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ നിവർത്തിയിട്ടുണ്ട് വന്നിട്ട് എടുക്കുകയാണ്. ഇവിടെ നല്ല മഴയാണ്. പെരും മഴ എന്ന് പറഞ്ഞാൽ പെരും മഴ. കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ, പ്ലീസ്. അപ്പോൾ ബൈ. ഇനി അടുത്ത സെക്ഷനിൽ കാണാം കേട്ടോ. രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഇവിടെയിലേക്ക് തുടക്കണം. സ്റ്റൗവിൻ്റെ അടിയെല്ലാം നന്നായി വൃത്തിയായിട്ട് തുടച്ചെടുത്ത് ഇവിടെ എല്ലാം തുടച്ച് ഇപ്പം രാവിലത്തെ പണി കഴിഞ്ഞതിൻ്റെയാണ്. ഇനി കഴിക്കലത്തുമ്പോൾ ഞാൻ കഴുകിയിടും. അതുകൊണ്ട് കഴിഞ്ഞ് എൻ്റെ പണി കഴിഞ്ഞു. രാവിലെ നമുക്ക് ചായ വെക്കാമേ. ഗ്യാസ് കത്തിക്കട്ടെ. ഗ്യാസ് കത്തിച്ച് ചായ വെച്ചു. ചായ അവിടെ തിളക്കട്ടെ കേട്ടോ. എന്താ ചായ തിളച്ചു തുടങ്ങി. ചായ ഇപ്പം തന്നെ തിളക്കും. പുട്ട് പുഴുങ്ങാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം അതിനകത്ത് അതിന് ആവി വന്ന് തുടങ്ങി. ഇനിയിപ്പോൾ ഇതെടുക്കാം. കഴിവുള്ളെന്ന് ഇതെടുക്കാവേ. ഞാൻ ഇത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു എടുക്കാതെ. മറ്റേതിനകത്ത് ചുടാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവി വരുന്നില്ല അതിനകത്തൂടെ. പഴയത് തന്നെ എടുത്തേക്കാന്ന് വിചാരിച്ചു. കൈ കൊള്ളുന്നു. ഇതാകുമ്പോൾ സുഖമില്ല. നമുക്ക് എടുത്ത് ഇങ്ങനെ മറി മറിച്ചാൽ മതി. കണ്ട അത്ര ക്ലീനായിട്ട് കിട്ടിയെന്ന് നോക്കി. ഇതാണ് ഇതിനുള്ള പ്രത്യേകത. ഞാൻ ഈ പുട്ടിനകത്തില്ലേ സ്വല്പം പഞ്ചസാരയും ഒരു നുള്ളുപ്പും ഏത്തപ്പഴം അതിനകത്ത് ഉണ്ടായി. പുട്ട് ചുട്ട് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജാണ് ഈ കാണുന്ന പുട്ട്. കണ്ടോ, ഏത്തപ്പഴമൊക്കെ ഇട്ട് മറ്റു ചിരട്ട സംഭവത്തിനകത്തിട്ട് ഉണ്ടാക്കിയ പുട്ടാണ്. പുട്ടിൻ്റെ ടേസ്റ്റൊക്കെ അതേപോലെയൊക്കെ തന്നെ ആയിരിക്കും, മറ്റേ വലിയ കണക്കകത്ത് ഉണ്ടാക്കുന്ന പോലെ തന്നെ. എങ്കിലും ഒരു പ്രത്യേകത. ഞാനിത് ഉപയോഗിക്കേണ്ട മാറ്റി വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ നിവർത്തിയിട്ടുണ്ട് വന്നിട്ട് എടുക്കുകയാണ്. ഇവിടെ നല്ല മഴയാണ്. പെരും മഴ എന്ന് പറഞ്ഞാൽ പെരും മഴ. കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ, പ്ലീസ്.
അപ്പോൾ ബൈ. ഇനി അടുത്ത സെക്ഷനിൽ കാണാം കേട്ടോ. രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഇവിടെയെല്ലാം തുടക്കണം. സ്റ്റൗവിൻ്റെ അടിയെല്ലാം നന്നായി വൃത്തിയായിട്ട് തുടച്ചെടുത്ത് ഇതെല്ലാം തുടച്ച് ഇപ്പം രാവിലത്തെ പണി കഴിഞ്ഞതിൻ്റെയാണ്. തുടച്ച് ഈ കഴിക്കലത്തുമ്പോൾ ഞാൻ കഴുകിയിടും. അതുകൊണ്ട് കഴിഞ്ഞ് എൻ്റെ പണി കഴിഞ്ഞു.